ഒരു സിം കാർഡ് എടുക്കാൻ നമുക്കൊരു ആധാർ കാർഡ് മതി. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടിയുടെ സൗഹൃദം അല്ലെങ്കിൽ പ്രണയം നിങ്ങൾക്ക് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഈ വീഡിയോ ഒരു ആൺകുട്ടിയുടെ പ്രോസ്പെക്റ്റീവിലാണ് ചെയ്യുന്നത്. പക്ഷേ ഗേൾസിനും ഈ വീഡിയോ ഉപകാരപ്പെടും. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുമ്പോൾ പ്രധാനമായും നേരിടുന്ന പ്രശ്നങ്ങളാണ്. മെയിനായിട്ട് ചിലപ്പോൾ അവരുടെ അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അവരുടെ മെസ്സേജ് ആ പെൺകുട്ടിയിലേക്ക് എത്തില്ല. അതവിടെ ഇങ്ങനെ ബ്ലോക്കായി അനാഥ പ്രേതം പോലെ കിടക്കും. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ അവർ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. ഒരു ഹായ് അയച്ചാൽ അതിന് റിപ്ലൈ തരും. പക്ഷേ അതിൽ കൂടുതൽ ഡെവലപ്മെൻ്റ് ഒന്നും ആ റിലേഷൻഷിപ്പിന് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി നിങ്ങളോട് മൈൻഡ് ചെയ്യാതെ നിങ്ങളോട് സൗഹൃദത്തിന് താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആ സൗഹൃദം ഫ്ലോപ്പായി പോകുന്നത്? 3 റീസണാണ് ഞാൻ കണ്ടുപിടിച്ചത്. എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ പറയാം. ഫസ്റ്റ് റീസണാണ്, അവൾക്കൊരു ലവർ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സെക്കൻഡ് വൺ, അവൾക്കൊരു ബെസ്റ്റി അല്ലെങ്കിൽ ഒരു സോൾ പാർട്ട്ണർ ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ബിക്കോസ് ഓൾറെഡി അവർക്ക് ഷെയർ ചെയ്യാൻ ഒരാളുണ്ട്. മൂന്നാമത്തെ റീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരൊരു ബ്രേക്കപ്പ് അടിച്ചിരിക്കുകയാണെങ്കിൽ അവരൊരു മെയിൽ ഹെയ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫെമിനിസ്റ്റ് എന്നൊരു ചിന്താഗതിയിലേക്ക് അവർക്ക് പോകും. അവർ നിങ്ങളോട് അധികം താല്പര്യം കാണിക്കില്ല. അവരുടെ കൺസെപ്റ്റിൽ എല്ലാ ആണുങ്ങളും ചതിയന്മാരാണ്, അവരെ വഞ്ചിക്കാനാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് എന്നൊരു ചിന്തയായിരിക്കും അവർക്ക്. ഇതൊന്നുമില്ലാത്ത ഓപ്പൺ മൈൻഡഡായ ഗേൾസിനാണെങ്കിൽ ഫിയർ ഓഫ് സോഷ്യൽ മീഡിയ, മറ്റുള്ളവർ പറഞ്ഞു പരത്തിയ അവരെ ചതിക്കാൻ വരുന്ന ആളുകളാണ് നിങ്ങൾ എന്നൊരു പേടി കാരണം നിങ്ങളോട് മിണ്ടാതിരിക്കുന്ന ആൾക്കാരായിരിക്കും അവരും. ഈ കടമ്പകളൊക്കെ കടഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഒരു ലവറിനെ സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടുന്നത്. യു ആർ സോ ലക്കി എന്ന് ഞാൻ പറയുന്നു. സോ പെൺകുട്ടികൾക്കുള്ള മെസ്സേജാണ്, നിങ്ങളെ ചതിക്കാൻ വേണ്ടി വരുന്ന കുറേ ടീംസ് ഉണ്ട്. എല്ലാവരും നല്ലവരൊന്നല്ല. അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ച് നല്ല സൗഹൃദങ്ങൾ നിങ്ങളും പ്രോത്സാഹിപ്പിക്കുക. കാരണം എത്ര കാലം ഈ ആൺകുട്ടികൾ സിംഗിളായിട്ട് കഴിയും? ഇറ്റ്സ് മീ വിഷ്ണു, ഹംസത്തുനി .mix